तुझे हमने मोहब्बत का खुदा जाना, पत्थर के सनम तुझे हमने मोहब्बत का खुदा जाना। बड़ी भूल हुई, अरे हमने ये क्या समझा, ये क्या जाना, पत्थर के सनम। चेहरा तेरा दिल में लिए चलते रहे अंगारों पे, तू हो कहीं सजदे किए हमने तेरे रुखसारों पे। हम सा न हो कोई दीवाना, पत्थर के सनम तुझे हमने मोहब्बत का खुदा जाना, पत्थर के सनम। था ये बढ़ जाएंगी तन्हाइयाँ जब रातों की, रास्ता हमें दिखलाएगी शम्मे वफा उन हाथों की। ठोकर लगी तब पहचाना, पत्थर के सनम तुझे हमने मोहब्बत का खुदा जाना, पत्थर के सनम। काश के होती खबर तूने किसे ठुकराया है, शीशा नहीं सावर नहीं, मंदिर सा एक दिल ढाया है। तासमां है वीराना, पत्थर के सनम तुझे हमने मोहब्बत का खुदा जाना। बड़ी भूल हुई, अरे हमने ये क्या समझा, ये क्या जाना, पत्थर के सनम। पकड़ लिया उसको। ये मौसम मैं तुम में समा
मुझ में समा जाओ, मैं तुम में ब्रिज से बढ़िया समुद्र है। समुद्र का तल बड़ा है, पता नहीं समुद्र लेफ्ट साइड में समुद्र है बड़ा वाला। ये हम लोग अबू धाबी में है। लेफ्ट साइड में वो देखिए लेफ्ट साइड में समुद्र बड़ा समुद्र आता है। आने दीजिए। डार्ब इंश्योर योर व्हीकल इज रजिस्टर्ड इन डार्ब आकर ടോൾ ഗേറ്റ് ഇല്ലെങ്കിൽ ഫൈൻ വരും അതിനകത്ത്. എൻ്റെ കാറിൻ്റെ പണിയാ. അബുദാബി പൊക്കൂടെന്നൊന്നും അവൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ത്യയിൽ മൊത്തം ഓടിക്കാനുള്ള വണ്ടിയല്ലേ ഡാർബ്. റോഡ് വേറെ നമ്മൾ ഷേഖ് സാദ് മോസ്ക് അടിച്ചാൽ നമുക്ക് അവിടെ പോകാം. നമുക്ക് ഈ കമ്പനി കയറിയതിനു ശേഷം ഒരു എന്താ പറയുക എൻലൈറ്റ്മെന്റ് എന്നുള്ള സംഭവം ഇല്ല, ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ എപ്പോഴും പ്രശ്നം ഈ കമ്പനിയിൽ ജോലി ചെയ്തതിനു ശേഷം ആദ്യം കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരു ഞായറാഴ്ച വെച്ച് ഉറങ്ങി എല്ലാ ദിവസവും ഒരു അവധി എടുക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണല്ലോ. അതിശയമായിട്ടാണ് ഞാൻ അന്ന് വെള്ളിയാഴ്ച മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചത്. എന്തായാലും പ്രശ്നമാണ്. 2.8 കിലോമീറ്റർ. 2.8 ആകുമ്പോൾ ആ ബിൽഡിങ് വലിയ ബിൽഡിങ്ങിൻ്റെ അവിടെ വരും. 2.6 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സിറ്റ് ഉണ്ട്. എങ്ങോട്ടാ? അത് ലെഫ്റ്റിലോട്ടാണ് കാണിക്കുന്നത്. അകത്തോട്ട് കയറണം. ഒരു എക്സിറ്റ്. ഇതൊക്കെ കളഞ്ഞിട്ട് അവൻ വരുന്നില്ലെന്ന് പറഞ്ഞാ മനസ്സിലായോ? ഈ സൈറ്റ് സീയിങ് ഒക്കെ കണ്ടിട്ടേ പിന്നെ അതിനകത്ത് കിടന്ന് എന്താ കാണാനായിരിക്കുന്നത്. ഇവിടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കറങ്ങി അടിച്ച് കിടക്കാമല്ലോ. റൈറ്റ് സൈഡ് നല്ല സിറ്റി അല്ലേ. നമ്മളവിടെ വായു പോലും ഇല്ലാത്ത. नहीं निकला नहीं है, सब पकड़ा। ഇനിയിപ്പോ അവൻ ഇവിടെ കിടന്നിട്ട് അവൻ പറയും ഇവിടെ ये सब देखने के बाद वो बोल रहा मैं आज नहीं आएगा कल आएगा. देखा जबरदस्त देखा है ना ये रील्स वगैरह बनाने के लिए. പണിയിട്ട് നോക്കി അവൻ വരാമെന്ന് പറയും. അതൊക്കെ അവനോട് സെറ്റ് ആയി കഴിവുള്ള പിള്ളേരൊക്കെയാണ്. സിറ്റി താമസിക്കാൻ പാടില്ലേ ഭായി, ഭയങ്കര റെന്റല്ലേ. ഇതിപ്പോ കമ്പനി എടുത്തിരിക്കുന്നുണ്ടല്ലേ അവൻ ഇപ്പൊ ചാടുന്നത്. ഇതിനൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നു. അല്ലാതെ അവര് തന്നെ അക്കോമഡേറ്റ് DAP-നല്ലേ അവരെ മൊത്തം പ്ലാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ അവിടെ മറ്റേ പയ്യനില്ലേ നിങ്ങളോട് വേറെ എപ്പോഴും ചാടി പോയാലും ഈ 8 മാസം അവന് പ്രാന്താ. അവൻ എന്തിനാ അവിടെ നിൽക്കുന്നത്? അതല്ലേ പറഞ്ഞു ഇത്ര നല്ല ചാൻസ് എവിടെ കിട്ടും? 7 മാസം നിൽക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞോളി